ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. കടം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സമ്പ്രദായമല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലൂടെ നമ്മുടെ ഈ കാലഘട്ടം വരെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയ ഒരു വസ്തുത, ഒരു സമ്പ്രദായമാണ് ഈ കടം എന്ന് പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ അവൻ്റെ മനസ്സ് വല്ലാതെ വേവലാതിയും ആവലാതിയും അസ്വസ്ഥതയും ഉണ്ടാകുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു വേളയിൽ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. ഓ സ്വഹാബ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ജിഹാദിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അയാളുടെ എല്ലാ ബാധ്യതകളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും, എല്ലാ തിന്മകളും തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷേ അദ്ദേഹം ആരുടെയെങ്കിലും പക്കൽ നിന്നും കടം വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു കൊടുക്കാതെ സ്വർഗപ്രവേശനം ലഭ്യമാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇപ്പം എത്രത്തോളം ഗൗരവത്തോടു കൂടിയിട്ടാണ് ഈ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളതായ നമ്മുടെ സമ്പത്തുകൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ, പൈസകൾ, ക്യാഷുകൾ, സ്വർണം, അത് അന്യാധീനപ്പെട്ടു പോകുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഒരാവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ പൈസ അതിനു വേണ്ടി തന്നെ ചിലവാക്കുമ്പോൾ പ്രത്യേകമായൊരു ബർക്കത്തുണ്ടാവും. നമ്മൾ ഹോസ്പിറ്റലൈസ് കേസുകൾ, അതുപോലെ തന്നെ മകളുടെ വിവാഹത്തിന് വേണ്ടി, വാഹനം വാങ്ങാൻ വേണ്ടി, വീട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റിവെച്ചിരിക്കുന്നതായ പൈസകൾ ഇടയ്ക്ക് വരുന്ന ഓരോ രോഗങ്ങൾ കാരണം ഹോസ്പിറ്റലിലും ആശുപത്രിയിലും കൊണ്ടു കൊടുക്കേണ്ടത് വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇടപെടലുകളാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ പതറിപ്പോകുന്നതായ സാഹചര്യങ്ങളുണ്ട്. തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. പല ആളുകളും ചിട്ടികളിലൊക്കെ ആദ്യം തന്നെ കുറിയടിച്ച് പൈസ ഇങ്ങനെ വാങ്ങി പിന്നെ മാസം മാസം കൊടുക്കുന്നതായ ഒരു സമ്പ്രദായമാണല്ലോ ഈ ചിട്ടി എന്ന് പറയുന്നത്. പിന്നെ മാസം കൊടുക്കാൻ പറ്റാതെ അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിച്ച് റൗണ്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നതായ സാഹചര്യം, തിരിച്ചു വിടാൻ പറ്റാത്തതായ കടം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ആത്മാർത്ഥതയോടുകൂടി ശേഷം പറയാൻ പോകുന്ന ദിക്ർ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞ് ചെല്ലുകയാണെങ്കിൽ അത് വീടുവാനും അത് പരിഹരിക്കുവാനുമുള്ളതായ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുമെന്ന് അഇമ്മത്തുകൾ പഠിപ്പിക്കുന്നതായി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കത് ചെല്ലാം. മനസ്സറിഞ്ഞ് ചെല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായും അതിൻ്റെ ഒരു ഇജാബത്ത്, അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ചെല്ലാൻ പോകുന്നത് 7 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കേണ്ടതായ ഒരു സമ്പ്രദായമാണ്. 7 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലി തീർക്കണം. ഈ 7 ദിവസത്തെയും സുബഹിക്ക് ശേഷം യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ മഹത്തരമാകുന്ന ഇസ്മ 129 പ്രാവശ്യം സുബഹിക്ക് ശേഷം നാം ഓരോരുത്തരും ചൊല്ലുക. ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസം, അങ്ങനെ 7 ദിവസം തുടർച്ചയായി സുബഹിക്ക് ശേഷം 129 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദിക്ർ എന്ന ഇസ്മ പ്രിയമുള്ളവരെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലുക. അതിനുശേഷം 1150 പ്രാവശ്യം ലൈസ ലഹ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന പരിശുദ്ധമാകുന്ന ഖുർആനിൻ്റെ ആയത്ത് 1150 പ്രാവശ്യം 7 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുക. എന്നിട്ട് മനസ്സറിഞ്ഞ് ഏതാവശ്യമാണോ, ഏത് കടമാണോ വീട്ടേണ്ടത് അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ദുആയിരുന്നാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കശ്ഫ് തരും, ഇജാബത്ത് തരും. അത് വീട്ടാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്.